ചരിത്രത്തിലാദ്യമായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണം പിടിച്ചത്. അതിനുശേഷം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു. സ്വാഭാവികമായും ഇന്ന് വാർത്തകളിൽ നിറയേണ്ടത് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനവും പ്രധാനമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങളുമായിരുന്നു. പക്ഷേ രാവിലെ മുതൽ മാധ്യമങ്ങൾ കീഴടക്കിയ വാർത്ത പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നവരുടെ പേരുള്ള പട്ടികയിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിന്റെ പേര് വെട്ടിയതാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് കേരളത്തിലെ ഏക ബി.ജെ.പി. മേയറുടെ പേര് വെട്ടിയത് എന്നാണ് വാർത്താ മാധ്യമങ്ങളുടെ സെൻസേഷണലിസത്തിന് വിധേയമായത്. എന്തിനാണ് മേയറുടെ പേര് PMO വെട്ടിയത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തുന്നവരുടെ പട്ടിക പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കേരളത്തിൽ നിന്ന് കൈമാറിയിരുന്നു. ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിന്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ചില പ്രോട്ടോകോൾ കാരണങ്ങളാൽ രാജേഷിന്റെ പേര് പട്ടികയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെട്ടിമാറ്റുകയായിരുന്നു. പകരം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് മേയറുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി പങ്കെടുത്ത 2 പരിപാടികൾ ഇന്ന് അടുത്തടുത്ത സമയങ്ങളിലായിട്ടാണ് നടന്നത്. ഈ 2 പരിപാടികളിലും മേയർ രാജേഷിന്റെ പേര് ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് സ്വീകരണ ചടങ്ങിൽ നിന്ന് പേര് ഒഴിവാക്കിയത് എന്നാണ് മേയറുടെ ഓഫീസും വിശദീകരിച്ചത്. അതായത് തീർത്തും പ്രോട്ടോകോൾ കാരണങ്ങളാണ് മേയറെ ഒഴിവാക്കിയതിന് പിന്നിലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇനി എന്താണ് മേൽപ്പറഞ്ഞ ആ പ്രോട്ടോകോൾ എന്ന് നോക്കാം. വിമർശനത്തിന് കാരണമായത് സാധാരണഗതിയിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ വിമാനത്താവളത്തിലെത്തി മേയർ സ്വീകരിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇക്കുറി ആ പതിവ് മാറി എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ കാരണം സ്വീകരണ ചടങ്ങ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയി കഴിഞ്ഞ് ഏറ്റവും അവസാനം മാത്രമേ മേയറുടെ വാഹനം കടന്നുപോകാൻ പാടുള്ളൂ എന്നതാണ്. രാഷ്ട്രപതി വരുന്ന സമയങ്ങളിലും സമാനമായ പ്രോട്ടോകോളാണ് പാലിക്കപ്പെടാറുള്ളത്. ഇവിടെ വ്യത്യാസം എന്തെന്നാൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ വേദിയിൽ മേയർക്ക് നേരത്തെ എത്തേണ്ടതുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതിനു ശേഷം മാത്രം മേയറുടെ വാഹനം പുറപ്പെട്ടാൽ പരിപാടി സ്ഥലത്ത് മേയർക്ക് സമയത്തിന് എത്താൻ സാധിക്കാതെ വരും. ഈ സാങ്കേതികത്വം കണക്കിലെടുത്ത് മേയറുടെ പേര് സ്വീകരണ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ഇതാണ് സംഭവിച്ചത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സൈനിക, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി 22 പേരുടെ പട്ടികയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന അന്തിമ പട്ടികയിൽ PMO ഉൾപ്പെടുത്തിയത്. NDA BJP നേതാക്കൾ അടക്കം പട്ടികയിൽ ഇടം പിടിച്ചപ്പോഴും തിരുവനന്തപുരം MP-യെയും മേയറെയും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കിയതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. മേയറും MP-യും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉള്ളതുകൊണ്ടാകും ഈ പേര് വെട്ടലെന്നാണ് കരുതുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് നേരത്തെ മേയർ വി രാജേഷും പറഞ്ഞിരുന്നു. മാധ്യമങ്ങളും ഇടത് ഹാൻഡിലുകളുമാണ് മേയറുടെ പേര് വെട്ടിയതിനെ പൊടുപ്പും തൊങ്ങലും ചേർത്ത് അവതരിപ്പിച്ചത്. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചപ്പോൾ ഇനി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ BJP മേയറെ സ്വീകരിക്കുമെന്ന് പ്രവർത്തകർ വലിയ പ്രചാരം നൽകിയിരുന്നു. ഈ പ്രചണ്ഡ പ്രചാരണത്തിനൊടുവിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയും വി രാജേഷ് മേയറാകുകയും ചെയ്തു. രാജേഷ് മേയറായി 1 മാസം തികയുന്നതിനിടയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം സന്ദർശിക്കാനെത്തി. പ്രചുര പ്രചാരം നേടിയ പ്രധാനമന്ത്രിയുടെ സ്വീകരണ ചടങ്ങിൽ നിന്ന് അതേ മേയറെ ഒഴിവാക്കിയെന്നതാണ് വാർത്തയ്ക്ക് വലിയ മൈലേജ് കൈവരാനുള്ള കാരണം. അതേസമയം വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോ ആയിട്ടാണ് പ്രധാനമന്ത്രി റെയിൽവേയുടെ പരിപാടിയിലേക്ക് എത്തിയത്. കേരളത്തിനെ സംബന്ധിച്ച് വികസനത്തിന് പുതിയ ദിശാബോധം വന്ന ദിവസമാണ് ഇന്നെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അമൃത് ഭാരത് പാസഞ്ചർ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി ഓരോ പദ്ധതികളെക്കുറിച്ചും ഇവിടെ പറഞ്ഞു തുടങ്ങിയത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി എണ്ണി പറഞ്ഞു. വികസിത കേരളത്തിൽ നിന്ന് മാത്രമേ വികസിത ഭാരതം ഉണ്ടാകുകയുള്ളൂവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ്. കേരള വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധമുണ്ടാകും. അമൃത് ഭാരത് ട്രെയിനുകൾ കേരളത്തിന്റെ യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തിയെന്നും ഗുരുവായൂർക്കുള്ള പുതിയ ട്രെയിൻ തീർത്ഥാടനത്തിന് ഉപയുക്തമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവി സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ BJP യോഗത്തിൽ പറയാമെന്ന് വ്യക്തമാക്കിയാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്.